ഈ ആറ്റുകാൽ പൊങ്കാല ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ വിവാദങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഞാനൊരു 20 വർഷക്കാലം ആറ്റുകാല പൊങ്കാലയുമായി ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ സഹകരിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ കഴിഞ്ഞ കുറേ നാളുകളായി പൊങ്കാല കഴിഞ്ഞാൽ ഉടനെ തന്നെ നിവേദ്യം കഴിഞ്ഞാൽ ഉടനെ തന്നെ പൊങ്കാല ഇട്ട സ്ഥലങ്ങളിലുള്ള മുഴുവൻ മാലിന്യങ്ങളും നീക്കം ചെയ്യുന്ന രീതിയാണ് ഉള്ളത്. കാരണം ഈ കാലാവസ്ഥ ഒക്കെ ഇങ്ങനെ നീക്കുന്ന സാഹചര്യത്തിൽ പൊടിയുടെയൊക്കെ വലിയ ശല്യം ഉണ്ടാകുന്നുണ്ട്. ബഹുമാനപ്പെട്ട മേയർ പറഞ്ഞത് 3000-ഓളം വരുന്ന അധിക ജീവനക്കാരെ ഈ ക്ലീനിങ്ങിന് വേണ്ടി മാത്രം എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം ഈ വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോൾ, പൊങ്കാല കഴിഞ്ഞ് ഉടനെ തന്നെ ഉയർന്നു വന്നപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അതെല്ലാം അതിൻ്റെ വഴിക്ക് നടക്കുമെന്നുള്ള നിലയിലുള്ള നിലപാടാണ് ഞാൻ സ്വീകരിച്ചത്. അപ്പോൾ അതിനുശേഷമാണ് നിരന്തരമായി ജനങ്ങളും അവർ വാട്സാപ്പിലൂടെ മാലിന്യം കെട്ടിക്കിടക്കുന്നതും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള സന്ദേശമൊക്കെ അയച്ചു തുടങ്ങിയത്. ഇത് ഞാൻ ആറ്റുകാൽ പൊങ്കാലയുടെ സ്പെഷ്യൽ ഓഫീസർ എന്ന് പറയുന്നത് RDO ആണ്, ഗവൺമെന്റ് നിയോഗിച്ചിരിക്കുന്നത്. RDOയോട് ചോദിച്ചു. അപ്പോൾ RDOയോട് ചോദിച്ചപ്പോൾ RDO അത്രയ്ക്ക് വിവരമില്ല. ഞാൻ പറഞ്ഞു, ഇത് ഏത് സാഹചര്യത്തിലാണ് ഈ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ മാലിന്യങ്ങൾ ആറ്റുകാൽ ക്ഷേത്ര വളപ്പിൽ തന്നെ കുന്നുകൂടി കിടക്കുന്നത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിപ്പോർട്ട് നൽകണം എന്ന് ജില്ലയിലെ ചുമതലക്കാരനായിട്ടുള്ള മന്ത്രി എന്നുള്ള നിലയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള യോഗ തീരുമാനം, ആ യോഗ തീരുമാനം അട്ടിമറിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ബോധപൂർവമായിട്ടുള്ള പരിശ്രമം നടന്നിട്ടുണ്ടോ എന്നടക്കം പരിശോധന വിധേയമാക്കണമല്ലോ. ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള യോഗത്തിൽ മുഖ്യമന്ത്രി അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി, ഞാൻ, മേയർ, ബന്ധപ്പെട്ട എല്ലാവരും അവർ പങ്കെടുത്തിരുന്നു. അപ്പോൾ എല്ലാം പൊങ്കാല കഴിഞ്ഞ് ക്ലീനാവും എന്നുള്ള നിലയിലാണ് അതിലൊക്കെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പം അതിന് വ്യത്യസ്തമായിട്ടാണ് ഈ കാര്യം ഉണ്ടായിട്ടുള്ളത്. ഇത് വിവാദത്തിന് വേണ്ടി പറയുന്നതല്ല. അതുകൊണ്ട് മാത്രമല്ല ഒരു അധികാര തർക്കത്തിന് വേണ്ടി പറയുന്നതുമല്ല. കോർപ്പറേഷൻ എന്ത് അധികാരമുണ്ട്, അതിൻ്റെ പുറത്ത് ഗവൺമെന്റ് എന്ത് അധികാരമുണ്ടെന്നൊക്കെ നമുക്ക് നിയമപുസ്തകങ്ങളുണ്ടല്ലോ, അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ കോർപ്പറേഷൻ എന്തെങ്കിലും പ്രശ്നം കാണിച്ചാൽ അതിൽ ഇടപെടുന്നതിന് വേണ്ടിയും അവരെ തിരുത്തുന്നതിന് വേണ്ടിയുള്ള അവകാശാധികാരങ്ങൾ ഗവൺമെന്റിനുണ്ടല്ലോ. അത്രമാത്രം രൂപത്തിൽ കണ്ടാൽ മതിയാവും. ഇപ്പൊ തന്നെ ഇതിൽ എനിക്ക് ഇന്നിപ്പോൾ ആൾക്കാർ അയച്ചതെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ആറ്റുകാൽ ക്ഷേത്രത്തിന് അടുത്തുള്ള സ്ഥലമാണ്. ഇപ്പോഴും ഈ സ്ഥിതി തന്നെയാണെന്ന് ലൈവ് ഫോട്ടോ തന്നെ. ഇത് ക്ലീൻ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ക്ലീൻ എന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ആ ഗ്രൗണ്ടിന്റെ സൈഡിൽ ചെന്ന് നോക്കി, ആ സ്റ്റേജുള്ള സ്ഥലത്ത് നോക്കിയാൽ ഞാൻ ഈ കാണിച്ച കാര്യങ്ങളെല്ലാം അവിടെ കാണാൻ വേണ്ടി പറ്റും. അത് മുനിസിപ്പൽ ചട്ടങ്ങളും നിയമങ്ങളും ശരിക്കും മേയർ വായിക്കുന്നതായിരിക്കും നല്ലത്. കഴിഞ്ഞ കൊല്ലവും ഈ പൊങ്കാല നടന്നിരുന്നു. പൊങ്കാല നടന്നപ്പോൾ സമാനമായ സാഹചര്യങ്ങളുണ്ടായിരുന്നു. അന്ന് വിളിച്ചു വെച്ചപ്പോൾ കോർപ്പറേഷൻ പറയുന്നത് ഇത് ക്ഷേത്രത്തിന്റെ പരിധിയാണ്, ആ ക്ഷേത്ര പരിധിയുള്ള സ്ഥലങ്ങൾ മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്തത് ആ ക്ഷേത്രത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്നത്. മറ്റൊരു കാര്യം പറയുന്നത് ക്ഷേത്രം ഇത് ടെൻഡർ അനുവദിച്ചു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ തന്നെയായിരുന്നു പറയുന്നത് ആരാ? ക്ഷേത്രത്തിന്റെ ഭാഗത്താണ്. ക്ഷേത്രം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ ശ്രദ്ധയിൽ പറ്റില്ല. ഈ അമ്പലത്തിന് ചുറ്റും ഞാൻ കഴിഞ്ഞ വർഷത്തെ അങ്ങ് ഓർമ്മിച്ച് വെച്ചിരിക്കുന്ന പോലെ ഞാൻ കഴിഞ്ഞ വർഷത്തെ പൊങ്കാലയുടെ കാര്യങ്ങൾ ഞാൻ ഓർമ്മിച്ച് വെച്ചിട്ടില്ല.
അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയില്ല. ഇത്രയും കൃത്യമായിട്ട് ഓർമ്മിച്ച് വെച്ചേക്കുന്നതായാലും നല്ല കാര്യം തന്നെ. കോർപ്പറേഷൻ ജീവനക്കാർ ഇപ്പം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയായാലും ആയിക്കോട്ടെ, ക്ലീൻ ചെയ്താൽ മതി. അതാ നന്നായി ക്ലീൻ ചെയ്യും. ഇപ്പം കഴിഞ്ഞ വർഷത്തെ 2-3 വർഷത്തെ ചരിത്രത്തിലേക്ക് പോകുക. പൊങ്കാല കഴിഞ്ഞിപ്പോൾ 4 ദിവസം തൊട്ട് കഴിഞ്ഞു. ഇനിയും ക്ലീൻ ചെയ്യാതെ കിടക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യുക. അതിനൊരു തർക്കത്തിന്റെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയവൽക്കരിക്കുന്നതിന്റെ കാര്യമൊന്നുമില്ല. എല്ലാ ആറ്റുകാൽ പൊങ്കാല തുടങ്ങിയ ആ സമയം മുതൽ, പൊങ്കാലയുടെ തയ്യാറെടുപ്പ് തുടങ്ങിയ സമയം മുതൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ശുചീകരണത്തിന്റെ കാര്യങ്ങളാണല്ലോ മുഖ്യമായിട്ടുള്ളത്. ബാക്കിയെല്ലാം ഗവൺമെന്റ് ആണല്ലോ ചെയ്യുന്നത്. അവരോട് സഹകരിച്ചു പോകുന്ന കാര്യം തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ ഇങ്ങനെ ഒരു അഭിപ്രായം വന്നപ്പോൾ അത് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു, അത്ര മാത്രമേ. ഞാനത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ കാര്യം നേരത്തെ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞാൽ, നേരത്തെ ഈ പൊങ്കാല കഴിഞ്ഞ ശേഷം ചില മാധ്യമങ്ങൾ വന്ന് ശുചീകരണം പൂർണ്ണമായില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം പൂർണ്ണമായിക്കൊള്ളും, അതൊരു വിവാദമാക്കേണ്ട കാര്യമില്ല എന്നുള്ള നിലയിലുള്ള നിലപാട് ഞാൻ സ്വീകരിച്ചു എന്നാണ് പറഞ്ഞത്. അത് വീണ്ടും ടെസ്റ്റ് ചെയ്തുകാരെ പറഞ്ഞു.